ഹലോ കിഡ്സ്, വെൽക്കം ടു ടീച്ചേഴ്സ് ഓൺലൈൻ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ മക്കളെ? നമ്മൾ സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ നമ്മൾ വീടുകളിൽ തന്നെ ഇരുന്ന് പഠിക്കുവാണല്ലേ. അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക. എന്താണ് നമ്മൾ വീടുകളിൽ തന്നെ ഇരിക്കുന്നത്? എന്താണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ, കേൾക്കട്ടെ. കൊറോണ ആയതുകൊണ്ടാണല്ലേ. അന്നേരം എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക. കൂടെ ഹാൻഡ് വാഷ് ചെയ്യുക. എല്ലാവരും നല്ല കുട്ടികളായിട്ടൊക്കെ ഇരിക്കുമോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ ടീച്ചർ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു നിങ്ങൾ? ചിത്രങ്ങൾ വരച്ചോ? എന്തിൻ്റെയൊക്കെ ചിത്രമാണ് വരച്ചത്? ആനയുടെ വരച്ചു. പിന്നെ കളർ ചെയ്തോ? നല്ല കുട്ടികളാണ് കേട്ടോ, മിടുക്കന്മാരും മിടുക്കികളുമാണ്. അന്നേരം ഇന്ന് ടീച്ചർ നല്ലൊരു പാട്ട് പഠിപ്പിക്കാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ പാട്ട്? ആരെ പറ്റിയുള്ള പാട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? ഒരു പൂച്ചക്കുട്ടീനെ പറ്റിയാ. പൂച്ചേനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആരുടെയൊക്കെ വീടുകളിൽ പൂച്ചയുണ്ടോ? ഒന്ന് കൈ കാണിച്ചേ ടീച്ചറിന്. എല്ലാവർക്കും ഇഷ്ടമാണ് പൂച്ചേനെ അല്ലേ? എല്ലാവരുടെയും വീടുകളിൽ പൂച്ചയും ഉണ്ട്. നിങ്ങളുടെ പൂച്ചയ്ക്കൊക്കെ ഓരോ പേരിട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ്? നല്ല നല്ല പേരുകളില്ലേ? കിങ്ങിനിന്നും അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അന്നേരം നമുക്കിന്ന് പൂച്ചേനെ പറ്റി ഒരു പാട്ട് പഠിക്കാം അല്ലേ? പൂച്ച എങ്ങനെയാണ് കരയുന്നത്? എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞ് പതുങ്ങിയാണല്ലേ പൂച്ച വരുന്നത്. അന്നേരം നമുക്ക് ആ പൂച്ചയുടെ പാട്ടൊന്ന് പഠിച്ചാലോ? റെഡിയാണോ? ടീച്ചറിൻ്റെ ഒപ്പം പാടുമോ നിങ്ങളും? റെഡിയാണോ? നല്ല മക്കളാണോ? ആർ യു റെഡി? റെഡിയാണോ? ഒന്ന് ഓക്കെ കാണിച്ചെല്ലാവരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം ടീച്ചർ പാടുന്നതിനൊപ്പം പാടണം കേട്ടോ. കൊച്ചു പൂച്ച കൊച്ചിനൊരു കൊച്ചമിളി പറ്റി. നമ്മുടെ പൂച്ചക്കുഞ്ഞിന് എന്ത് പറ്റി? അമിളി പറ്റി. വലിയ അമിളിയാണോ പറ്റിയത്? അല്ലേ, ചെറിയൊരു അമിളി പറ്റി, ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം നോക്കണ്ടേ? കാച്ചി വെച്ച ചൂടുപാൽ ഓടിച്ചെന്നു നക്കി. കാച്ചി വെച്ച ചൂടുപാലിൽ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് നക്കിയില്ലേ? നമ്മളിപ്പം ചൂടോടെ പാൽ കുടിച്ച് നമുക്ക് എന്ത് പറ്റും? നാവ് പൊള്ളിപ്പോകും. അതുപോലെ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് എന്ത് പറ്റി? നാവ് പൊള്ളിപ്പോയി. പാവം ഇല്ലേ? സങ്കടം വരുന്നില്ലേ? പാവം പൂച്ചക്കുഞ്ഞില്ലേ? നമ്മൾ നമ്മുടെ നാവ് പൊള്ളി ആരോട് പറയും? അമ്മയോട് പറയും. പൂച്ചയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പൂച്ചക്കുഞ്ഞ് എന്ത് ചെയ്യും? മ്യാവും മ്യാവും എന്ന് പറഞ്ഞിങ്ങനെ കരയുമില്ലേ? നമ്മൾ അമ്മയോട് പറയും, പൂച്ചക്കുട്ടി കരയുമില്ലേ? പാവമില്ലേ? കാച്ചി വെച്ച ചൂടുപാലിൽ ഓടിച്ചെന്ന് നക്കിയില്ലേ? നമുക്ക് നാവ് പൊള്ളുമ്പോൾ നമ്മൾ എങ്ങനെയാ? ചിരിച്ചുകൊണ്ടാണോ ചെന്ന് പറയാറുള്ളത്? അല്ല, പിന്നെ എങ്ങനെ? കരഞ്ഞില്ലേ? ഇങ്ങനെ കരഞ്ഞ് കണ്ണുനീരൊക്കെ വന്നിട്ട് അമ്മയോട് ചെന്ന് പറയും. അതുപോലെ നമ്മുടെ പൂച്ചക്കുഞ്ഞ് എന്ത് ചെയ്തു? കൊച്ചു നാവ് പൊള്ളിയപ്പോൾ പൂച്ചക്കുഞ്ഞു കേണു. എങ്ങനെയാ പൂച്ച കരയുന്നത്? മ്യാവ് 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 അല്ലേ? പൂച്ച കരയുന്നത് എങ്ങനെയാണ്? മ്യാവ് മ്യാവ് മ്യാവ്. നമുക്ക് ഒന്ന് പഠിച്ചാലോ? ഇഷ്ടമായോ എല്ലാവർക്കും ഈ പാട്ട്? ടീച്ചറിൻ്റെ ഒപ്പം പാടുവോ എല്ലാവരും? നമുക്ക് പാടാം. കൊച്ചു പൂച്ച കൊച്ചിനൊരു കൊച്ചമിളി പറ്റി. ഒന്ന് കാണിച്ചെല്ലാരും. ടീച്ചറിൻ്റെ കൂടെ ഒന്ന് കാണിച്ചേ. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമിളി പറ്റി. കാച്ചി വെച്ച ചൂടുപാൽ ഓടിച്ചെന്നു നക്കി. കൊച്ചു നാവ് പൊള്ളിയപ്പോൾ പൂച്ചക്കുഞ്ഞു കേണു. മ്യാവ് മ്യാവ് മ്യാവ്. പഠിച്ചു എല്ലാവരും? എല്ലാവർക്കും ഇഷ്ടമായോ? അന്നേരം നമുക്ക് ഒരു തവണയും കൂടി ഈ പാട്ട് പാടി നോക്കാം അല്ലേ? എന്നിട്ട് ഈ പാട്ട് പഠിച്ചതിന് ശേഷം എല്ലാവരും വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും ആരൊക്കെ ഉണ്ടോ വീട്ടിൽ അവരോടെല്ലാവർക്കും ഈ പാട്ട് പാടി കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കാണുമല്ലോ, അവർക്കുമൊക്കെ പാട്ട് പാടി കൊടുക്കണം. എന്നിട്ട് പറയണം, ആരും ചൂടോടെ പാലൊന്നും കുടിക്കരുതെന്ന് പറയണം. തണുത്തേ കുടിക്കാവുള്ളൂ. ചൂടോടെ പാൽ കുടിച്ചാൽ എന്ത് പറ്റും? പൊള്ളിപ്പോകുന്നവരോട് അമ്മ ചൂടോടെ പാലൊക്കെ കൊണ്ടു തരുവാണെങ്കിൽ പറയണം, ഇല്ല ഞാൻ കുടിക്കത്തില്ല, ഞാൻ ചൂടാറിയതിന് ശേഷം കുടിക്കാമെന്ന് പറയണം. ഒന്നുകൂടി നമുക്ക് ചെയ്താലോ? ചെയ്യാം. റെഡിയാണോ? കൊച്ചു പൂച്ച കൊച്ചിനൊരു കൊച്ചമിളി പറ്റിയില്ലേ? കൊച്ചു പൂച്ച കൊച്ചിന് എന്തു പറ്റി? ഒരു ചെറിയ അമിളി പറ്റി. കാച്ചി വെച്ച ചൂടുപാൽ ഓടിച്ചെന്നു നക്കി.
കൊച്ചുനാവ് പൊള്ളിയപ്പോൾ പൂച്ച കുഞ്ഞു കേണു മ്യാവ്, മ്യാവ്, മ്യാവ്. ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായില്ലേ? അന്നേരം എല്ലാവരും നല്ലതുപോലെ വീട്ടിലിരിക്കുക, സേഫായിട്ടിരിക്കുക. പുറത്തോട്ടൊന്നും ഇറങ്ങരുത്. അഥവാ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് വെക്കണം. തിരികെ വന്നാൽ ഹാൻഡ് വാഷ് ചെയ്യണം അല്ലേ? സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.